എന്നുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നു. ഡോക്ടർ രാജീവ് ജയദേവൻ, ആരോഗ്യ വിദഗ്ധൻ, അദ്ദേഹം ടെലിഫോണിലായിരുന്നു. രാജീവ് ജയദേവൻ, 5880-ൽ 800-ൽ പരം കേസുകളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. രാജ്യത്ത് ആശങ്കയുണ്ട്, കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. സമാനമായി തന്നെ കേരളം അടക്കമുള്ള 6ഓളം സംസ്ഥാനങ്ങൾ ആശങ്കയുടെ പിടിയിലാണ്. എങ്ങനെ കാണണം ഈ ഒരു തരംഗത്തെ? അതൊരു മറ്റൊരു തരംഗത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് കണക്കാക്കാനാകുമോ? കേസുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, രാജ്യത്താകമാനം സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംഗതിയല്ല കോവിഡ് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അത് എല്ലായിടങ്ങളിലും ഇതൊക്കെ തന്നെയാണ്. ഇന്ത്യ വളരെ വലിയ ഒരു സ്ഥലമായതിനാൽ, ഭൂപ്രദേശമായതിനാൽ അതിലെ ചില ഭാഗങ്ങളിലായിരിക്കും ഇപ്പോൾ ഈ ക്ലസ്റ്റേഴ്സ് ഉണ്ടാവുക. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ വളരെ കുറവാണ്, എന്നാൽ ചില സ്ഥലങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള കുത്തനെ ഉയരുന്ന കേസുകളുണ്ട്. അപ്പൊ അതിനാണ് സ്റ്റോക്കാസ്റ്റിക് സ്പ്രെഡ് എന്ന് പറയുന്നത്. അതായത് ഇറഗുലർ ആയിരിക്കും, ഒരു അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്പ്രെഡിന്റെ രീതി അങ്ങനെയാണ്. അപ്പൊ പല സ്ഥലങ്ങളിൽ അന്വേഷിക്കുമ്പോൾ ഇവിടെയൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ കൂടുതലാണല്ലോ, അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെ ഉൾക്കൊള്ളണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. രണ്ടാമത്തേത്, ഇതൊരു സൈക്ലിക്കൽ ഡിസീസാണ്. വീണ്ടും വീണ്ടും തരംഗങ്ങളായി വരുന്ന ശീലം ഉള്ള അനേകം വൈറസുകളിൽ ഒന്നാണ് ഈ കോവിഡ് വൈറസ്. ഉദാഹരണത്തിന് ജപ്പാൻ ഇപ്പോൾ 8 തരംഗങ്ങൾ കഴിഞ്ഞ് 9ാമത്തെ തരംഗത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ വൈറസ് തന്നെ ആണെങ്കിലും ഓരോരോ ഭാഗത്തുള്ള ചെറിയ ചെറിയ വകഭേദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇപ്പോൾ XBB.1.16 എന്നുള്ള ഒരു ഒമൈക്രോൺ ഉപശാഖയാണ് പ്രാബല്യത്തിലിരിക്കുന്നത്. അതിന്റെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ കേസുകൾ കൂടുന്നതായിട്ട് കാണപ്പെട്ടത്. ഇനി മൂന്നാമത്തെ സംഗതി, ഇന്ത്യയിൽ ടെസ്റ്റിംഗ് റേറ്റ് വളരെ കുറവാണ്. കേരളത്തിലും ടെസ്റ്റിംഗ് റേറ്റ് വളരെ കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കോവിഡ് ഇവിടെ നിന്ന് മാറി എന്നുള്ള ഒരു വിശ്വാസം പൊതുവെ നിലവിലുണ്ടായിരുന്നു. രണ്ടാമത്തേത്, ഇത് രോഗികൾക്ക് ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ട്. മൂന്നാമത്തേത്, ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർമാർക്ക് ഉത്സാഹക്കുറവുണ്ട്. നാലാമത്തേത്, അതിന്റെ കോസ്റ്റ് ആണ്. ചില പ്രൈവറ്റ് സെറ്റപ്പിലാണെങ്കിൽ അതിന് ചിലവുണ്ടാകും. അപ്പോൾ പരമാവധി ചിലവ് കുറിച്ചുള്ള ചികിത്സകൾ കൊടുക്കാൻ ഡോക്ടർമാർ അത് താല്പര്യപ്പെടുമ്പോൾ പലപ്പോഴും ആ ടെസ്റ്റ് വേണ്ട എന്നുള്ള ഒരു നിലപാടിൽ എത്തിച്ചേരും. അത് രണ്ടുപേരും അതിന് എഗ്രി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ടെസ്റ്റിന്റെ നമ്പർ കുറവായിരിക്കും. ടെസ്റ്റ് കൂടുന്നതോടുകൂടി നമുക്ക് സമൂഹത്തിൽ കൂടുതൽ എത്ര കേസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ വളരെ അധികം കേസുകൾ കമ്മ്യൂണിറ്റിയിലുണ്ട്. മാത്രവുമല്ല, അടുത്ത 4 വീക്കെൻഡുകൾ, ഇപ്പോൾ ഈസ്റ്റർ വീക്കെൻഡ് കഴിഞ്ഞു, ഇനി വിഷു വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഈദുൽ ഫിത്തർ, അതിനുശേഷം മെയ് 1st വീക്കെൻഡ് വരുന്നുണ്ട്. അപ്പൊ ഈ 4 വീക്കെൻഡുകളിലും എല്ലാവരും തന്നെ ഒരു സോഷ്യൽ ഗ്യാതറിംഗ്, ഒത്തുചേരലുകളിൽ ഇടപെടാൻ. താങ്കൾ പറഞ്ഞതനുസരിച്ച് ഈ കോവിഡിന്റെ ഒരു ഗൗരവ സ്വഭാവം അത് മനസ്സിലാക്കുന്നതിൽ അല്പം പുറകോട്ട് പോക്കുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായി. ഇപ്പോൾ കേരളത്തിൽ തന്നെ 10,000-ഓളം പേർക്ക് ഒരു ദിവസം പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് കണക്കുകൾ. പക്ഷേ ഈ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ടെസ്റ്റുകൾ അനുസരിച്ച് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 1000-ഓളം ആളുകളാണ്. അപ്പോൾ ഈ പനിയുടെ ഒരു വകഭേദം, ഈ പനികളെല്ലാം കോവിഡ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം, ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ടെസ്റ്റുകൾ കൂട്ടാനുള്ള ഒരു കാര്യക്ഷമമായ നീക്കം, അതൊക്കെ ഉണ്ടാവേണ്ട സാഹചര്യമാണ് എന്നാണ് തോന്നുന്നത്. പൊതുവെ ഇപ്പോൾ ചെയ്തു വരുന്നത്, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഈവൻ വെല്ലൂർ മെഡിക്കൽ കോളേജുമായി ഞാൻ എപ്പോഴും സമ്പർക്കത്തിലുണ്ട്. അപ്പോൾ അവരും ചെയ്യുന്നത്, കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളുമായി വരുന്നവർക്ക് മാത്രമേ കോവിഡ് ടെസ്റ്റ് അവർ ചെയ്യുന്നുള്ളൂ. മാത്രവുമല്ല, സമൂഹത്തിൽ നിരവധി പേർക്ക് ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു യൂട്ടിലിറ്റി ഉണ്ടാകുന്നില്ല. അതിന് മാൻ പവർ ഒരുപാട് വേണ്ടിവരും, ചിലവും അധികമായിരിക്കും. അപ്പോൾ പല ഘട്ടങ്ങളിൽ പല രീതിയിലുള്ള ടെസ്റ്റിംഗ് സ്ട്രാറ്റജികളാണ് വേണ്ടത്. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ടെസ്റ്റിംഗ് വർദ്ധിപ്പിക്കുന്നത് ഒരു പരിധിവരെ ഇതിന്റെ വ്യാപ്തി അളക്കാനും ചില പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിലും ടെസ്റ്റിംഗ് കൂടിയേ തീരൂ. മാത്രവുമല്ല,